പാലക്കാട് വല്ലപ്പുഴയിൽ അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ സ്റ്റേഡിയം തകർന്നു വീണ് കാണികൾക്ക് പരിക്ക്. വല്ലപ്പുഴ ഹൈസ്കൂൾ മൈതാനിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മത്സരം കാണാൻ എത്തിയവർക്കാണ് പരിക്കേറ്റത്. വിഷ്ണു പട്ടാമ്പി കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. വിഷ്ണു, ഈ ഫുട്ബോൾ കാണാനെത്തിയ ആളുകൾക്കാണ് ഈ പരിക്ക് പറ്റിയത്. ഒരു ഗ്യാലറി തകർന്നു വീണു എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടാവും. ഇതിൽ ആരുടെയെങ്കിലും നില ഗുരുതരമാണോ? എന്താണ് സാഹചര്യം? 10 മണിയോടുകൂടി രാത്രി 10 മണിയോടുകൂടിയാണ് ഈ വലിയ അപകടമുണ്ടായത്. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കുറച്ച് ദിവസങ്ങളിലായി ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു വരികയാണ്. ഇന്ന് ഫൈനൽ മത്സരമായിരുന്നു. അതുകൊണ്ട് തന്നെ കാണികളുടെ ഒരു വലിയ തിരക്ക് തന്നെ മത്സരത്തിൽ അനുഭവപ്പെട്ടിരുന്നു. നൂറുകണക്കിന് ആളുകളാണ് മത്സരത്തിനെത്തിയത്. ഈ സമയം ഫൈനൽ മത്സരം ആവേശമായി തുറന്നിടയ്ക്കാണ് ഒരു ഭാഗത്തെ വലിയ നിരയുള്ള ഒരു ഭാഗത്തെ ഗാലറിയുടെ പകുതിയിൽ നിന്നും തകർന്നു വീണത്. കവുങ്ങ് മരം കൊണ്ട് ഉണ്ടാക്കിയ കവുങ്ങുമരത്തിന്റെ പാളികൾ കൊണ്ടുണ്ടാക്കിയ ഗാലറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഒരു ഗാലറി തകർന്ന ഉടനെ തന്നെ കാലുകൾ തകരുകയും ഗാലറി ഒന്നാകെ തകർന്നു വീഴുകയുമായിരുന്നു. നൂറുകണക്കിന് കൂടുതലും കുട്ടികളും യുവാക്കളുമാണ് ഗാലറിയിൽ ഉണ്ടായിരുന്നത്. നൂറുകണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു ഈ സമയം ഈ തകർന്നു വീണ ഗാലറിയിൽ. ഗാലറി തകർന്നു വീണപ്പോൾ താഴെ ഇടുന്നവരുടെ ദേഹത്തേക്ക് മുകളിലിരുന്ന ആളുകൾ വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ മത്സരം നിർത്തിവെച്ച് സംഘാടകർ ഓടിയെത്തി. സ്ഥലത്ത് പോലീസും ഉണ്ടായിരുന്നു, വളണ്ടിയർമാർക്കും ഒക്കെ ഉണ്ടായിരുന്നു, വൈറ്റ് ഗാർഡിന്റെ വളണ്ടിയർമാരുണ്ടായിരുന്നു. ഇവരൊക്കെ എത്തി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ഉടൻ തന്നെ സമീപത്തെ ആംബുലൻസുകളൊക്കെ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ പരിക്കുകൾ എത്രത്തോളം ഗുരുതരമാണെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. പലരും ആംബുലൻസുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. 10 കിലോമീറ്റർ അകലെയാണ് ആശുപത്രികൾ ഉള്ളത്. അവിടേക്ക് എത്തുന്നേ ഉള്ളൂ. പരിക്കുകളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അതുപോലെ തന്നെ ആർക്കൊക്കെ പരിക്കുകൾ പറ്റിയെന്നും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വിഷ്ണു, അതായത് ഇപ്പോൾ ഇത്രയും കാണികളെ പ്രതീക്ഷിക്കുന്ന ഒരു മത്സരത്തിൽ ഇത്തരത്തിൽ ദുർബലമായ ഒരു ഗാലറിയാണ് ഈ സംഘാടകർ നിർമ്മിച്ചത്. ഉറപ്പായും ഇത് സംഘാടനത്തിലെ വീഴ്ച തന്നെയാണ്. ഈ സംഘാടകർക്കെതിരെ എന്തായാലും കേസ് എടുക്കുമല്ലോ, അല്ലെ? തീർച്ചയായും വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. ഈ മത്സരങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ മത്സരങ്ങൾ ആരംഭിച്ചിരുന്നു. വല്ലപ്പുഴ എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ പ്രേമികളുടെ ഒരു ഗ്രാമം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ ടൂർണമെന്റുകൾ വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ഇവിടെ. ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാവുന്നെങ്കിൽ കൂടി വർഷങ്ങളായി ഫുട്ബോൾ മേളകൾ നടന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ മത്സരത്തിൽ ഫൈനൽ മത്സരത്തിൽ എത്തുമെന്ന് സംഘടകർക്ക് നേരത്തെ തന്നെ കണക്ക് കൂട്ടാം എന്നുള്ളതാണ്. സംഘടകർക്ക് ഉറപ്പുണ്ടാവും ഇത്തരം ആളുകൾ വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ടിക്കറ്റുകൾ അനുസരിച്ചാണ് കാണികളെ കയറ്റുക. ഈ സീസൺ ടിക്കറ്റ് പോലുള്ളതൊക്കെ നേരത്തെ തന്നെ വിറ്റ് കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ കാണികളുടെ എണ്ണത്തെ കുറിച്ച് സംഘടകർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു ഗാലറി തയ്യാറാക്കിയതിൽ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തി വരുന്നേ ഉള്ളൂ. നിലവിൽ പോലീസ് ചെപ്പളശ്ശേരി, വല്ലപ്പുഴ, പട്ടാമ്പി സ്റ്റേഷനിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. നിലവിൽ രക്ഷാപ്രവർത്തനം പൂർണ്ണമായി കഴിഞ്ഞു. ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. പോലീസ് കൂടുതൽ ഷൊർണൂർ ഡിവൈഎസ്പി അടക്കമുള്ളവർ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷ. വിഷ്ണു സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് കാശ് വാങ്ങി ടിക്കറ്റ് വിൽപ്പന നടത്തിയാണ് കാണികളെ പ്രവേശിപ്പിച്ചത്. കാശ് കൊടുത്ത് ഈ കളി കാണാൻ വന്നവർക്കാണ് ഇത്തരത്തിൽ ഈ പരിക്ക് സംഭവിച്ചത്. അത്രത്തോളം ലാഘവത്തോടെയാണ് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയത് ഈ സംഘാടകർ എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പരിക്കേറ്റവരെ കുറിച്ച് തന്നെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ കൂടുതലും കുട്ടികൾക്കാണോ പരിക്കേറ്റിട്ടുള്ളത്? തീർച്ചയായും കുട്ടികൾ, യുവാക്കൾ, അതായത് ഒരു 20 വയസ്സ് 30 വയസ്സിനുള്ളിൽ ഉള്ളവരാണ് കൂടുതൽ മത്സരത്തിൽ ചെയ്തത്. അവർക്കാണ് കൂടുതൽ പരിക്കേറ്റിട്ടുള്ളത്. പ്രായമായവരും ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കമാണ്. പരിക്കേറ്റവരുടെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാവും. വിവിധ ആശുപത്രികളിലാണ് ഈ പോലീസുകാർ വിവിധ ആശുപത്രികളിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇവരുടെ വിവരശേഖരണത്തിനായി മറ്റും തിരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ മണിക്കൂറുകൾക്ക് ശേഷം നമുക്ക് അറിയാൻ കഴിയും. വിഷ്ണു ആണ് പട്ടാമ്പിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് വല്ലപ്പുഴയിലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെ ഇത്തരത്തിൽ ഗാലറി തകർന്നു വീണ് ഒരു വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട്. അതിൽ ഈ പരിക്ക് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളൊക്കെ ഇനി ആശുപത്രിയിൽ നിന്ന് വരേണ്ടതേ ഉള്ളൂ. കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെയാണ് ഈ അപകടത്തിൽപ്പെട്ടത്. കാശ് വാങ്ങി ടിക്കറ്റ് വിൽപ്പന നടത്തിയാണ് ഈ കാണികളെ ഈ മത്സരം കാണുവാനായി ഗാലറിയിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഒരുക്കിയിരുന്ന സംവിധാനങ്ങൾ ഇത്രത്തോളം ദുർബലമായിരുന്നു എന്നുള്ളതാണ്. വിഷ്ണു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കവുങ്ങ് കൊണ്ട് നിർമ്മിച്ച വളരെ ദുർബലമായ ഒരു ഗാലറി ആയിരുന്നു. അതാണ് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ അതിന് ശേഷി ഉണ്ടായിരുന്നില്ല. അത് പെട്ടെന്ന് തകർന്നു വീഴുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നുള്ളത്.